KS അരുൺകുമാർ ചേരുകയാണ്. അരുൺകുമാർ, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇന്ന് വിപുലമായ യോഗം ചേർന്നിരുന്നു. ഈ വിവാദ വിഷയത്തിൽ ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. മുരാരി ബാബു എന്ന വ്യക്തിക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നടപടികൾ ഇവിടെ തുടങ്ങുകയാണോ? ദേവസ്വം ബോർഡും ഗവൺമെന്റും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനം നടത്തി ഈ വിഷയത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പത്രസമ്മേളനത്തിലൂടെ തന്നെ പ്രഖ്യാപിച്ചതാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള നയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം സുവോമോട്ടോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വിഷയം എന്ന രൂപത്തിൽ ഹൈക്കോടതിക്ക് തന്നെയാണ് ഇതിൽ ഇടപെടാൻ കഴിയുക. ഇന്നലെ ഹൈക്കോടതിയിൽ രാവിലെ കേസ് എടുക്കുമ്പോൾ, അതായത് ഇന്നലെ കേസ് നിയമപരമായി ശരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗവൺമെന്റ് അഭിഭാഷകനും ദേവസ്വം ബോർഡ് അഭിഭാഷകനും ഹൈക്കോടതിയിൽ മെൻഷൻ ചെയ്ത് ഇത് ശക്തമായി തന്നെ ഈ കേസ് ആദ്യം പരിഗണിക്കണം. കാരണം ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ ഒരു സീൽഡ് കവർ റിപ്പോർട്ട് ദേവസ്വം SP തന്നെ ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. അപ്പോൾ ഹൈക്കോടതി ആ കേസ് പരിഗണിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണെന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നത്. നമുക്കറിയാം 3-4 കാര്യങ്ങളിൽ ഒരു സംശയം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. 1999 വിജയ് മല്യയുടെ നേതൃത്വത്തിൽ സ്പോൺസർഷിപ്പിൽ ഹൈക്കോടതിയിലെ ശ്രീകോവിലും ദ്വാരപാലക ശില്പവുമെല്ലാം സ്വർണം പൂശിയിരുന്നു. പിന്നീട് 2019 വീണ്ടും ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ ആ സമയത്ത് തയ്യാറാക്കിയ മഹസറിൽ ചെമ്പുപാളിയിൽ സ്വർണം പൂശണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടിയായിട്ട് അത് പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അപ്പോ നിലവിൽ 1999 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൽ 19 വർഷങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയ മഹസറിൽ എങ്ങനെയാണ് ചെമ്പുപാളി എന്ന് വന്നത് എന്നതാണ് ഒരു ചോദ്യം. 2, ഇത് ചെന്നൈക്ക് വിടുമ്പോൾ അത് ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇപ്പോൾ ഒരു പുതിയ അവതാരം വന്നിരിക്കുന്ന അദ്ദേഹം സ്പോൺസർ എന്ന രൂപത്തിൽ വന്ന് കൊടുത്തുവിട്ടു എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 39 ദിവസം അദ്ദേഹം അത് കൈവശം വെച്ചു. അതിനുശേഷമാണ് ചെന്നൈയിലെ ഈ ബന്ധപ്പെട്ട കമ്പനിയെ ഏൽപ്പിച്ചത്. അപ്പോൾ ഏൽപ്പിക്കുമ്പോൾ അതിൽ 4 കിലോയോളം ചെമ്പിന്റെ തൂക്കം കുറവായിരുന്നു എന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമുണ്ട്. തിരിച്ച് സ്വർണം പൂശിയതിനു ശേഷം ഏകദേശം 49 പവനോളം സ്വർണം പൂശി തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ആ സ്ഥാപിക്കുമ്പോൾ തയ്യാറാക്കിയ മഹസറിൽ കൃത്യമായി തൂക്കം രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു 3-4 വിഷയങ്ങളിൽ കൃത്യമായി തന്നെ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പൊ ഇത് നല്ല ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമാണ് കണ്ടെത്താൻ കഴിയുക. ഇപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു അഡീഷണൽ DGPയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു. പക്ഷേ അത് സീൽഡ് കവറിൽ ദേവസ്വം SP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലടക്കം ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വെളിവായ കാര്യങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നത്. ആ സമയത്ത് ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന, പ്രത്യേകിച്ച് തിരുവാഭരണം ദേവസ്വത്തിന്റെ ഒരു പ്രത്യേക ചുമതല ഈ മേഖലയിൽ വഹിക്കുന്ന ആളെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒളിക്കാനില്ല. ഈ വിഷയത്തിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ശബരിമലയ്ക്ക് കൊടുക്കുന്ന ഒരു ചെറിയ നാണയം, ഒരു 5 പൈസ നാണയം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് പൊതു സ്വത്താണ്, ശബരിമലയുടെ സ്വത്താണ്. അത് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടോ, അതിന്റെ ഭാഗമായി ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ എന്ന് ശക്തമായിട്ടുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയൂ. പ്രഥമദൃഷ്ട്യാ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ആ സമയത്ത് ഇൻചാർജ് ആയിട്ട് നിന്ന വ്യക്തികൾ അവരുടെ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാകാം ഇപ്പൊ സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡും ഗവൺമെന്റും കൃത്യമായി ശബരിമലയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയില്ലാതെ ഇപ്പോ UDF-ഉം BJP-യും എല്ലാം നടത്തുന്ന തെറ്റായിട്ടുള്ള പ്രചരണങ്ങളുണ്ട്. ആ പ്രചരണങ്ങളെല്ലാം അസ്ഥാനത്താകുന്ന തരത്തിൽ ഈ ശബരിമലയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും പരിശോധനയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശ്രീ അരുൺകുമാർ, ഇന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. നമുക്കറിയാം 2 ദിവസമായി നിയമസഭയിൽ പ്രതിപക്ഷം ഭയങ്കരമായ ബഹളം ഉണ്ടാക്കുകയാണ്. ഇന്നലെ സ്പീക്കറുടെ മുഖമടക്കം ബാനർ കെട്ടി മറയ്ക്കുന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചു. ഇന്നും സമാനമായ സാഹചര്യം. ഭരണപക്ഷത്ത് നിന്ന് മന്ത്രിമാരടക്കം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകൂ, അല്ലെങ്കിൽ ഒരു സബ്മിഷനായി നിങ്ങൾ കൊണ്ടുവരൂ. അങ്ങനെ എന്തെങ്കിലും നിയമപരമായി ചെയ്യാതെ വെറുതെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം എങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയും? ഇവിടെ NSS ജനറൽ സെക്രട്ടറി അടക്കം പറയുന്നുണ്ട്, കോടതിയും പോലീസും സർക്കാരും കൃത്യമായി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, അത് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന് ഇത് ബോധ്യമാകുന്നില്ല. അരുൺകുമാർ,
അതിലെ ഒരു വിഷയം ഇപ്പോ കേരളത്തിന്റെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തരം കഴിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ 6 അടിയന്തര പ്രമേയം ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ചു. 4 അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള അടിയന്തരം കഴിഞ്ഞു. കാരണം അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിൽ ഒരു ദിവസം പോലും നിലനിൽക്കാത്ത വ്യാജ ആരോപണങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പൊ ഇത് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കുകയോ സബ്മിഷനായിട്ട് അവതരിപ്പിക്കുകയോ ചെയ്താൽ യഥാർത്ഥ വസ്തുത ദേവസ്വം മിനിസ്റ്റർക്കടക്കം മുഖ്യമന്ത്രിക്കടക്കം വിശദീകരിക്കാൻ കഴിയും. പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള MLA-മാർക്കും ഇതിലുള്ള ആശങ്ക പങ്കുവയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ സമയക്രമം അനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നിയമസഭയിൽ പങ്കാളിത്തമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികൾക്ക് സംസാരിക്കാൻ കഴിയും. അപ്പൊ ഈ വിഷയത്തിൽ ഇതുവരെ ഉന്നയിക്കപ്പെട്ട ആശങ്കയ്ക്ക് പരിഹാരമാകും ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചാൽ. സബ്മിഷനായിട്ട് അവതരിപ്പിച്ചാൽ പോലും ദേവസ്വം മന്ത്രി കൃത്യമായിട്ട് മറുപടി കൊടുക്കും. അത് സഭാരേഖയുടെ ഭാഗമായി വരും. ജനങ്ങൾക്ക് അത് ആധികാരികമായിട്ടുള്ള ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള അറിവായിട്ട് മാറും. അത് ഒരിക്കലും ഉണ്ടാകരുത്. അനാവശ്യമായിട്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുക. ഇന്ന് തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ്, പ്രത്യേകിച്ച് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു മത്സരമൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു മാർച്ചിൽ സന്ദീപ് വാര്യർ, ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം നേതാവായി വന്നിരിക്കുന്ന സന്ദീപ് വാര്യര് പോലീസിനെ പരസ്യമായി ആക്രമിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. ആ വീഡിയോയിൽ പോലീസിനെ താടയ്ക്ക് തട്ടി ആക്രമിക്കുമ്പോഴും പ്രധാനപ്പെട്ട ഒന്നാമത് നിൽക്കുന്ന ഒരു ചാനൽ പറയുന്നത് ഇതാ സന്ദീപ് വാര്യരെ പോലീസ് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് മഹാ കമന്ററി കൊടുക്കുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് വിദ്വേഷമുണ്ടാക്കുവാനും കലാപമുണ്ടാക്കുവാനും UDF-ഉം BJP-യും ചില മാധ്യമങ്ങളും മത്സരിച്ച് രംഗത്തിറങ്ങുന്ന സുവർണാവസരം വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഇവർ സബ്മിഷനും അവതരിപ്പിക്കില്ല, അടിയന്തര പ്രമേയം അവതരിപ്പിക്കില്ല, ഏതെങ്കിലും തരത്തിൽ ഒരു ചോദ്യം പോലും ഇവർ ചോദിക്കില്ല. മറിച്ച് നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമര കോലാഹലങ്ങൾ നടത്തി എങ്ങനെയെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. കാരണം അടുത്ത ദിവസങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിയാണ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി മാറി. കാരണം രാഷ്ട്രീയം കളിക്കേണ്ടത് ജനങ്ങൾക്ക് ഇടയിലാണ് രാഷ്ട്രീയ വിശദീകരണമൊക്കെ നടത്തേണ്ടത്, അല്ലാതെ കോടതികളിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി തള്ളി, ഈ ഇന്ത്യയിലെ മുഴുവൻ കോടതിയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ വിവിധ വിഷയങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു 10 ലക്ഷം രൂപ വരെ ഫൈൻ അടപ്പിക്കും, കോസ്റ്റ് അടപ്പിക്കും എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനടക്കം ഹൈക്കോടതിയിൽ നിന്ന് അടുത്ത കാലത്ത് കിട്ടിയ തിരിച്ചടി എല്ലാം വളരെ ഗൗരവമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ്. അപ്പോൾ 9.5 വർഷമായി അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണമോ ആക്ഷേപമോ പൊതുസമൂഹത്തിൽ നിലനിൽക്കുക സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു കോടതികളടക്കം നിഷ്കരണം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും സുവർണാവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ബോധ്യമുണ്ട്. നന്ദി KS അരുൺകുമാർ പ്രതികരിച്ചതിന്.